മോഹൻലാലിനെ വെട്ടിമാറ്റി അമൽ നീരദ് ചിത്രത്തിൽ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടേതടക്കം വമ്പൻ സിനിമകളുടെ അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമയുടെ 8ാമത്തെ ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് മികച്ച ബുക്കിങ്ങോട് കൂടെ സിനിമ തിയേറ്ററിൽ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സിനിമ ഈ ഒരു സമയത്തും 8ാമത്തെ ദിവസവും ഈ ഒരു സമയത്ത് 5000ത്തിന്റെ അടുത്ത് ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ചിത്രത്തിൻ്റെതായിട്ട് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിജയം ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് 8ാമത്തെ ദിവസവും ഈ ഒരു സിനിമക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തെ ബുക്കിംഗ്. വർക്കിംഗ് ഡേയിൽ പോലും തൂക്കിയടി തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഉൾപ്പെടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഈ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് റിലീസായിട്ട് വൻ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ മറ്റൊരു സിനിമക്കെതിരെ മത്സരിക്കാൻ ഇല്ല എന്നുള്ളതും സിനിമക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ ഒരു സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇതിനോടകം തന്നെ 38 കോടി ആ ഒരു റേഞ്ചിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വീക്കെൻഡോട് കൂടെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 50 CR ഇടം പിടിക്കും. ലാലേട്ടന്റെ ഏപ്രിൽ 25-ാം തീയതി തിയേറ്ററിൽ എത്തുന്ന മൂവിയാണല്ലോ തുടരും എന്ന് പറയുന്ന മൂവി. തരുൺ മൂർത്തിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഓഫ്ലൈനും ഓൺലൈൻ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം തകൃതിയായി നടന്നു വരികയാണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്താൻ ഇനി വെറും 8 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സിനിമ എന്തായാലും ബോക്സ് ഓഫീസിൽ വലിയ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് ഇൻസൈഡിൽ നിന്നും വരുന്ന റിപ്പോർട്ട്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം വേൾഡ് വൈഡും അതോടൊപ്പം തന്നെ കേരളത്തിലും ഈ ഒരു വീക്കെൻഡോട് കൂടെ ആരംഭിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ചിത്രത്തിൽ ലാലേട്ടനോടൊപ്പം ശോഭന, മണിയംപിള്ള രാജു, ഫർഹാൻ ഫാസിൽ എന്നിങ്ങനെയുള്ള താരങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് ഇൻസൈഡിൽ നിന്നും വരുന്ന റിപ്പോർട്ട്. സിനിമയിൽ ഒരു ഗംഭീരമായിട്ടുള്ള പ്രൊമോ സോങ് ഉണ്ടല്ലോ, ആ ഒരു പ്രൊമോ സോങ് എന്നാണ് റിലീസ് ചെയ്യുക എന്നാണ് ആരാധകർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് പേഴ്സണലി കുറെ ആൾക്കാർ മെസ്സേജ് കാര്യങ്ങളെല്ലാം അയക്കുന്നുണ്ട്. എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ ഒരു സോങ് എന്നാണ് റിലീസ് ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ അപ്ഡേറ്റും നൽകിയിട്ടില്ല. MG ശ്രീകുമാർ ആണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. നരൻ എന്ന സിനിമയിലെ വേൽ മുരുക പോലുള്ള ഒരു എനർജറ്റിക് സോങ് ആണ് എന്നാണ് MG ശ്രീകുമാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പാട്ടും കൂടെ വരുന്നതോടുകൂടെ സിനിമ വേറെ ലെവൽ ഹൈപ്പിലേക്ക് എത്തപ്പെടും. നല്ലൊരു പ്രീസെയിൽ അഡ്വാൻസ് കളക്ഷൻ സിനിമക്ക് റിലീസിന് മുന്നേ തന്നെ നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് സിനിമയുടെ ഹൈപ്പിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്. നമ്മുടെ കന്നഡ നടൻ ശിവരാജ് കുമാർ, അദ്ദേഹത്തിന്റെ ഒരു പുതിയ സിനിമ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ പോകുന്നത്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും തനിക്ക് ഇഷ്ടമാണെങ്കിലും തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റേത് താരത്തെക്കാളും ദുൽഖർ സൽമാനെ ആണ് എന്നാണ് ശിവരാജ് കുമാർ പുതിയ ഒരു ഇന്റർവ്യൂവിൽ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടെ ആ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. DQ അതർ ലാംഗ്വേജിൽ നേടിയെടുത്ത താര പരിവേഷം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ശിവരാജ് കുമാർ വരെ ദുൽഖർ സൽമാൻ എന്ന താരത്തെക്കുറിച്ച് പറയുന്നതെങ്കിലും അതോടൊപ്പം തന്നെ ഇഷ്ടം സമ്പാദിക്കാൻ പറ്റി എന്നുള്ളതും ദുൽഖർ സൽമാൻ എന്ന താരത്തിന്റെ ഏറ്റവും വലിയ വിജയം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏത് സിനിമകൾ വരുന്ന സമയത്തും ഇപ്പോൾ പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് തിയേറ്ററിൽ എത്തുന്നത്. അത് തന്നെയാണ് ആ ഒരു താരത്തിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണം. ദുൽഖർ സൽമാനും പൂജ ഹെഡ്ജയും ഒന്നിക്കാൻ വേണ്ടി പോകുന്നു. സീതാരാമം എന്ന ചിത്രത്തിൽ ആദ്യം നായികയായി പരിഗണിച്ചിരുന്നത് പൂജ ഹെഡ്ജയായിരുന്നു. അവസാന നിമിഷം അത് മറ്റൊരു നായികയിലേക്ക് എത്തുകയായിരുന്നു. SLV പ്രൊഡക്ഷൻസിന്റെ പുതിയ തെലുങ്ക് സിനിമയിലാണ് നമ്മുടെ പൂജ ഹെഡ്ജെ ഡ്യൂക്യുവിന്റെ നായികയായിട്ട് വരുന്നത്. പരസ്യ ചിത്രങ്ങളെല്ലാം സംവിധാനം ചെയ്യുന്ന രവിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം 2025 അവസാനത്തിൽ ഉണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചിത്രം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കമ്മിറ്റ് ചെയ്ത അനേകം സിനിമകൾ DQവിന് തീർക്കാനുണ്ട്. ആ ഒരു സിനിമകളെല്ലാം തീർത്തതിന് ശേഷമായിരിക്കാം DQ ഈ ഒരു സിനിമയിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ DQവിന്റെ റിലീസിന് തയ്യാറായി നിൽക്കുന്ന കാന്ത എന്ന് പറയുന്ന ചിത്രം റിലീസ് ആവുന്നത് ജൂലൈ മാസത്തിലാണ്. ഇപ്പോൾ ഇതാ പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു. കാന്ത എന്ന ചിത്രത്തിന്റെ ടീസർ വരാൻ വേണ്ടി പോകുന്നു. ഈ ഒരു ടീസർ വരുന്നതോട് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സിനിമ എങ്ങനത്തെ മേക്കിംഗ് ആണ് എന്നുള്ളതൊക്കെ. ഈ ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലാതെ മറ്റൊന്നും സിനിമയിലേത് ഇതുവരെയും വന്നിട്ടില്ല. 2 പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററും ഒരു സെക്കൻഡ് ലുക്കും. അത് മാത്രമാണ് കാന്ത എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് കിട്ടിയത്. സിനിമ തമിഴിൽ നിന്നും ഒരുങ്ങുന്ന ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. ഒരു ചരിത്ര സിനിമയാണ് എന്നാണ് ഇതിനോടകം തന്നെ സിനിമയെക്കുറിച്ച് വന്ന റിപ്പോർട്ട്. ജൂലൈ മാസത്തിൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ടീസർ തന്നെ ഉടൻ തന്നെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഏത് ഗണത്തിൽ പെടുന്ന സിനിമയാണെന്ന്.
ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ആയിരിക്കും എന്നുള്ള റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഫുള്ളി ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കില്ല. ചില പോർഷൻസ് സിനിമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. DQ ആരാധകരെല്ലാം കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. DQന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന കഴിഞ്ഞ സിനിമ തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ച മൂവിയായിരുന്നു. ആ ഒരു സിനിമയ്ക്ക് ശേഷം കാന്ത എന്ന് പറയുന്ന മൂവി പാൻ ഇന്ത്യൻ റിലീസായിട്ട് അനേകം ഭാഷയിൽ ഒരേ സമയത്ത് റിലീസ് ചെയ്യുമ്പോൾ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് ഈ ഒരു മൂവിയിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ DQവിന്റെ ഐ ആം ഗെയിം എന്ന് പറയുന്ന നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന കഴിഞ്ഞ മാസം ഷൂട്ടിംഗ് തുടങ്ങാനിരുന്ന മൂവി ആയിരുന്നല്ലോ ആ ഒരു ചിത്രം. മമ്മൂക്കയുടെ ഹെൽത്ത് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം നീട്ടിവെക്കുകയായിരുന്നു. ഇപ്പോൾ പുതിയ റിപ്പോർട്ട് പ്രകാരം ചിത്രത്തിന്റെ ഷൂട്ട് കാര്യങ്ങളെല്ലാം ഏപ്രിൽ ഈ മാസം അവസാനത്തിൽ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ട്രിവാൻഡ്രത്താണ് സിനിമക്ക് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം നടക്കും. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തകൃതിയായി നടന്നു വരികയാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് ആണല്ലോ അമൽ നീരദ് മൂവി അടുത്തതായിട്ട് ഏത് എന്നുള്ള കാര്യം. പല ഫാൻസുകാരും അവരുടെ ഇഷ്ടതാരത്തെ ഉപമിച്ചുകൊണ്ടാണ് അമൽ നീരദ് സിനിമ ചെയ്യുക അടുത്തത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലാലേട്ടനെ വെട്ടിമാറ്റിക്കൊണ്ട് നമ്മുടെ മമ്മൂക്ക അമൽ നീരദ് ചിത്രത്തിൽ നായകനാവാൻ തയ്യാറായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് കുഞ്ചാക്കോ ബോബന്റെ ഉദയ പിക്ചേഴ്സും അതോടൊപ്പം തന്നെ അമൽ നീരദ് പ്രൊഡക്ഷൻസും അതോടൊപ്പം തന്നെ DQവിന്റെ വേഫെയറർ ഫിലിംസും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു മൂവി നിർമ്മിക്കുക. ലാലേട്ടൻ മൂവി കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ ഷൂട്ട് കാര്യങ്ങളെല്ലാം ആരംഭിക്കുകയുള്ളൂ. അതിനുള്ള പ്രധാന കാരണം ലാലേട്ടൻ 3 മാസത്തോളം ബ്രേക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കമ്മിറ്റായ ചില പ്രോജക്റ്റുകൾ മാത്രം തീർത്തതിന് ശേഷം അദ്ദേഹം ഒരു വിദേശ യാത്ര അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ്. ആ ഒരു 3 മാസത്തെ റെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കമ്മിറ്റായ വേറെയും സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. എന്തായാലും അമൽ നീരദ് അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മമ്മൂക്ക മൂവിയാണ്. ലാലേട്ടൻ മൂവി ക്യാൻസൽ ആയിട്ടില്ല, അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ. അമൽ നീരദ് ഒരു സിനിമ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു സിനിമ ചെയ്യുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. ഇപ്പോൾ ഭീഷ്മപർവം കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് അദ്ദേഹം ചാക്കോച്ചനെ നായകനാക്കിയിട്ട് ബോഗൻ വില്ല എന്ന് പറയുന്ന ചിത്രം ചെയ്തത്. അതിനുശേഷം ഉടൻ തന്നെ അദ്ദേഹം മമ്മൂക്ക പ്രോജക്റ്റിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു ബോഗൻ വില്ല എന്ന് പറയുന്ന ചിത്രത്തിന്റെ വേണ്ടത്ര ബോക്സ് ഓഫീസിൽ വിജയം കൈവരിക്കാതെ പോയതായിരിക്കാൻ ഉടൻ തന്നെ മറ്റൊരു സിനിമയിലേക്ക് അമൽ നീരദിനെ അടുപ്പിച്ചത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ലാലേട്ടൻ പ്രോജക്റ്റ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ആദ്യം ഒരു മമ്മൂക്ക പ്രോജക്റ്റുമായിട്ട് അമൽ നീരദ് വരുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, അമൽ നീരദ് ചെയ്യുന്ന ഈ ഒരു മൂവി ബിലാൽ ആയിരിക്കുമോ എന്നുള്ളത്. അതിനുള്ള ഉത്തരം അമൽ നീരദ് തന്നെയാണ് തരേണ്ടത്. വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൽ തന്നെയായിരിക്കും അമൽ നീരദ് ഈ ഒരു സിനിമ ഒരുക്കുക. ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ മമ്മൂക്കക്കും ഒട്ടനവധി സിനിമകൾ പൂർത്തീകരിക്കാനുണ്ട്. മമ്മൂക്കയും മഹേഷ് നാരായണനും ഒന്നിക്കുന്ന ആ ഒരു പ്രോജക്റ്റ് മമ്മൂക്കക്ക് ഷൂട്ടിംഗ് തീർക്കാനുണ്ട്. അതിന്റെ അവസാനഘട്ട ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്ക ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഈ ഒരു സിനിമയിൽ ജോയിൻ ചെയ്യും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ ഫാൻസ് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അമൽ നീരദും ലാലേട്ടനും എന്തായാലും ഒന്നിക്കും, പക്ഷെ അത് മമ്മൂക്ക സിനിമ കഴിഞ്ഞതിന് ശേഷം മാത്രം. ഓക്കെ, ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.